എല്ലാവർക്കും നമസ്കാരം. കേരളം കാത്തിരുന്ന ആ വലിയ വാർത്ത ഒടുവിലെത്തിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു ജനവിധിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ മോഹങ്ങളുമായി ഇറങ്ങിയ LDFന് ഇത്തവണ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ പിണറായി സർക്കാരിന് അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒന്നും രണ്ടുമല്ല 102 സീറ്റുകളുടെ വമ്പൻ വിജയത്തോടെ ഐക്യജനാധിപത്യ മുന്നണി ഇതാ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. സർക്കാരിന്റെ നയങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം വോട്ടുകളായി മാറിയപ്പോൾ ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷികൾ പോലും നിലം പരിശായി എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിജയത്തിന്റെ ആവേശത്തിലാണ് UDF ക്യാമ്പുകൾ എങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രധാന ചോദ്യം ഒന്നുതന്നെയാണ്: അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? സ്വാഭാവികമായും VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ KC വേണുഗോപാലിന്റെ പേരും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരെ പടനയിച്ച VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന പേര്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രകടനം UDFന്റെ ഈ വൻ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് യുവാക്കളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും ഇടയിൽ സതീശനുള്ള സ്വീകാര്യത കോൺഗ്രസിന് വലിയൊരു മുതൽക്കൂട്ടാണ്. എങ്കിലും സതീശന്റെ കാര്യത്തിൽ പാർട്ടിയിൽ ചില തർക്കങ്ങളും ഉയരുന്നുണ്ട്. പാർട്ടിയിലെ സംഘടനാ പരിചയം പരിഗണിക്കുമ്പോൾ VD സതീശൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് പിന്നിലാണെന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുടെ തലപ്പത്തോ KPCC പ്രസിഡന്റ് സ്ഥാനത്തോ അദ്ദേഹം ഇരുന്നിട്ടില്ല എന്നതും മുൻ മന്ത്രി എന്ന നിലയിലുള്ള പരിചയക്കുറവും അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നു. മറുഭാഗത്ത് പരിചയസമ്പന്നതയുടെ കരുത്തുമായി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുണ്ട്. KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിൽ ദശകങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് അദ്ദേഹം. 2016-2021 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായി സർക്കാരിനെതിരെ നിരവധി അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അന്ന് ഭരണ തുടർച്ച ഉണ്ടായതോടെ അദ്ദേഹത്തിന് അവസരം നഷ്ടമാവുകയായിരുന്നു. മുതിർന്ന നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയെ ഇത്തവണ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. ഈ ചർച്ചകൾക്കിടയിലേക്കാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേരുകൂടി കടന്നുവരുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ ഏകോപിപ്പിച്ചതിലും അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. വിജയിച്ച ഭൂരിഭാഗം MLAമാരും അദ്ദേഹത്തോട് വ്യക്തിപരമായ താൽപര്യമുള്ളവരാണ്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹം രാഹുൽ ഗാന്ധിയുടെ ടീമിനുമുണ്ട്. എന്നാൽ ജനവികാരം മാനിക്കാതെ പെട്ടെന്ന് ഡൽഹിയിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയായി നിശ്ചയിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിലെത്തിയ കോൺഗ്രസ് കേന്ദ്ര നിരീക്ഷകർ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി MLAമാരിൽ നിന്ന് അഭിപ്രായം തേടിയിരുന്നു. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. രഹസ്യമായി നടന്ന ഈ അഭിപ്രായ ശേഖരണത്തിന്റെ പട്ടിക ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പുറത്തുവിട്ടത്. സണ്ണി ജോസഫ്, സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ്, മോഹൻദാസ് തുടങ്ങിയവരാണ് പട്ടികയിൽ KCയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ IC ബാലകൃഷ്ണൻ KC വേണുഗോപാലിനൊപ്പം രമേശ് ചെന്നിത്തലയെയും പിന്തുണച്ചിട്ടുണ്ട്. നിരീക്ഷകർ MLAമാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മടങ്ങുന്നതിനിടെ പകർത്തിയ പട്ടികയുടെ ചിത്രമാണ് ഈ വിവരങ്ങൾ പുറത്തെത്തിച്ചത്. പട്ടിക പരിശോധിച്ചാൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അമ്പരപ്പുണ്ടാക്കുന്ന രീതിയിലാണ് പ്രമുഖ നേതാക്കളുടെ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ KC വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ IC ബാലകൃഷ്ണൻ ചെന്നിത്തലയ്ക്കും പിന്തുണ നൽകി. ചുരുക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് വീണ്ടും സജീവമായി എന്ന് വേണം കരുതാൻ. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് സാധാരണ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത്. തുടർഭരണം ലഭിച്ച LDFന് മുന്നിൽ നിഷ്പ്രഭമായിരുന്ന കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തുകയും യുവാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ആത്മവിശ്വാസം വളർത്തുകയും ചെയ്ത നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തിന്റെ നേതൃപാടവം ഒന്നുകൊണ്ട് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് മിന്നും ജയം സ്വന്തമാക്കാനായത്.
കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ യുവതലമുറ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. രമേശ് ചെന്നിത്തലയെയോ KC വേണുഗോപാലിനെയോ മുഖ്യമന്ത്രിയായി കാണാൻ വോട്ടർമാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ജനവികാരത്തിനെതിരായ തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഭാവിയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും. എന്നാൽ കേരള രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് സൂചനകൾ. VD സതീശനുമായി സൌഹൃദപരമായ ചർച്ച നടത്താനാണ് സാധ്യത. അദ്ദേഹം വഴങ്ങാത്ത പക്ഷം കൂടുതൽ തർക്കങ്ങൾക്ക് നിൽക്കാതെ സതീശനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയേക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ ഇത്തവണ കോൺഗ്രസ് കർശനമായ നിലപാടുകൾ സ്വീകരിച്ചേക്കും. 2011 ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലെ നേരിയ ഭൂരിപക്ഷമല്ല ഇത്തവണ ഉള്ളത് എന്നതിനാൽ ഒരു MLA മാത്രമുള്ള ചെറുകക്ഷികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായേക്കില്ല. എന്നിരുന്നാലും ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച മാണി സി കാപ്പൻ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും മാത്രമായി ഭരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷമുണ്ട്. ജംബോ മന്ത്രിസഭ ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗ് 5 മന്ത്രിമാർക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ പരമാവധി 4 മന്ത്രിസ്ഥാനം എന്ന നിലയിലായിരിക്കും കോൺഗ്രസ് ധാരണയിലെത്തുക. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മുതൽ 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മോൻസ് ജോസഫ് മന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കോൺഗ്രസ് ക്വാട്ടയിലുള്ള മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ സമുദായവും പ്രാദേശികവുമായ പ്രാതിനിധ്യം വലിയ വെല്ലുവിളിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുക എളുപ്പമല്ല. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് T സിദ്ദിഖ്, അൻവർ സാദത്ത്, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. ഈഴവ സമുദായത്തിൽ നിന്ന് M ലിജുവിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ക്രൈസ്തവ പ്രാതിനിധ്യത്തിൽ സണ്ണി ജോസഫിന്റെ പേരിനാണ് മുൻതൂക്കം. മുതിർന്ന നേതാക്കളായ K മുരളീധരൻ, AP അനിൽകുമാർ എന്നിവരും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നായർ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുടെ ആധിക്യം കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. അതിനാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ പദവിയിലേക്ക് മാറ്റാൻ നീക്കം നടന്നേക്കാം. യുവനേതാക്കളായ PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ, VT ബൽറാം എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അവസരം ലഭിച്ചേക്കാം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സംബന്ധിച്ച തീരുമാനം ഈ ഞായറാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ഹൈക്കമാൻഡ് ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. മിക്ക MLA-മാരും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ജനവികാരം പരിഗണിച്ച് VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയേക്കുമെന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ കേരളത്തിൽ ഒരു പുതിയ ഭരണയുഗം ആരംഭിക്കുമ്പോൾ വെല്ലുവിളികൾ ഏറെയാണ്. പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ തിരുത്തി ജനപക്ഷത്ത് നിൽക്കുന്ന അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കുക എന്നതാണ് പുതിയ സർക്കാരിന്റെ ലക്ഷ്യം. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾ UDF-ന്റെ വരും കാല രാഷ്ട്രീയത്തെ നിർണ്ണയിക്കും. വ്യക്തി താൽപര്യങ്ങൾ മാറ്റിവെച്ച് ഐക്യത്തോടെ മുന്നോട്ടു പോയാൽ മാത്രമേ ഈ ജനവിധിക്ക് അർത്ഥമുണ്ടാകൂ. ഏതായാലും കേരളം പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെ താഴെയിറക്കി 102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയ UDF-ന് മുന്നിലുള്ളത് വലിയ ഉത്തരവാദിത്വങ്ങളാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.